ഹായ് എല്ലാവർക്കും നമസ്കാരം. KL86 എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഇതൊരു ചെറിയ ഇൻട്രോ വീഡിയോ ആണ്. അപ്പം നമ്മുടെ ഈ ഇൻട്രോ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. എൻ്റെ പേര് അമൽ, ദേശം നമ്മുടെ കണ്ണൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നമ്മുടെ ബാംഗ്ലൂരാണുള്ളത്. ഓക്കെ, അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ വലിയ ലാഗൊന്നും അടുപ്പിക്കാതെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. എൻ്റെ ഈ ചാനൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ, ബട്ട് ഈ ചാനലിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഞാനത് അപ്ലോഡ് ചെയ്യും. പുതിയൊരു യൂട്യൂബ് ചാനലായതുകൊണ്ടും ആദ്യമായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടും പലതരത്തിലുള്ള മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഉണ്ടാവും. കുറ്റങ്ങളും കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് പുറത്ത് ശ്രമിച്ച് ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ചെറുതായിട്ട് രക്ഷപ്പെട്ട് പോകുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ആ ഇൻട്രസ്റ്റിംഗ് വീഡിയോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി വെഹിക്കിൾസ്, ട്രാൻസ്പോർട്ടേഷൻ എന്നതിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും കൂടുതൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അതിന് പുറമേ ഞാൻ ചെയ്യും വീഡിയോസൊക്കെ നമ്മുടെ ചെറിയ വ്ളോഗിങ്, ട്രാവൽ വ്ളോഗിങ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും. പോസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോസിനൊക്കെ നിങ്ങൾ ലൈക്ക് തരണം. അപ്പം നമുക്ക് ചെറിയ ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ വെഹിക്കിൾസിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആളുടെയോ ജീവൻ തന്നെ ഇല്ലാതാക്കിയേക്കുന്ന ഒരു കാര്യമാണ് ഈ വാഹനം എന്ന് പറയുന്ന കാര്യങ്ങൾ. നമ്മൾ കാരണമോ മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ശിക്ഷയായിട്ടോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, വേറൊരാളുടെ കണ്ണീര് നമ്മൾ കാരണം ആക്കി കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഗൈസ്, സേഫ് ഡ്രൈവ്. ഈ വീഡിയോസിലൊക്കെ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ബാംഗ്ലൂർ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് കാര്യങ്ങൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് കാര്യങ്ങൾ, ഇതിനൊക്കെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ ഞാൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റോഡുകളിൽ ഇപ്പം വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആരെയും റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു വലിയൊരു കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് നമ്മൾ അതായത് നമ്മുടെ റോഡുകൾ, നമ്മുടെ ഇപ്പോൾ ഉള്ള റോഡുകളിൽ ഇതുപോലുള്ള 3 വരി പാതയോ ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പം നമ്മുടെ എക്സ്പ്രസ് ഹൈവേൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ റോഡുകളിൽ നമ്മൾ കാണിക്കേണ്ട കുറച്ച് മാനേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ റോഡിൽ കാണിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ഗുഡ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് റോഡുകളിൽ നമുക്ക് കിട്ടുള്ളൂ. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ റോഡുകളിൽ കാണുന്ന ഈ ലൈൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ വാഹനം ഓടിക്കാനും. അത് നമ്മൾ കണ്ടറിഞ്ഞ് വേണം നമ്മൾ വണ്ടികൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊന്നും അറിയാതെ നമ്മൾ കണ്ട പോലെ നമ്മൾ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് നമ്മുടെ ബാക്കിൽ വരുന്ന വാഹനങ്ങൾക്ക് ചിലപ്പം സ്പീഡിലായിരിക്കും വരിക. അവർക്ക് ചിലപ്പം ബ്രേക്ക് ചെയ്ത് കിട്ടിയെന്ന് വരില്ല. ചിലപ്പം വാഹനം സ്കിപ്പ് ചെയ്ത് പോകുന്നുള്ള തോന്നലൊക്കെ ആയിരിക്കും ചിലപ്പം ജസ്റ്റ് ലെക്കിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ രക്ഷപ്പെട്ട് പോകുന്നത്. ചിലപ്പോൾ ഇതുപോലുള്ള എക്സ്പ്രസ് ഹൈവേന്ന് ഏതെങ്കിലും തരത്തിൽ വാഹനം ഒന്ന് ആക്സിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ചാൻസും ഇല്ല കാര്യം. നമുക്ക് ലൈഫിന് നമുക്ക് ഒരു ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും. സോ നമ്മൾ ഈ ലൈൻസിലൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. അതായത് സ്ലോ മൂവിങ് വെഹിക്കിൾസ് ഏത് ലൈനിൽ പോകണം, ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് കീപ്പ് ചെയ്ത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. എനിക്ക് ആകെ ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. വണ്ടി ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഡ്രൈവേഴ്സൊക്കെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവർക്ക്. പക്ഷേ നേരെ മറിച്ച് ഇന്നൊക്കെ ഞാൻ കേൾക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. അവർക്ക് ഇന്ന് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് വാഹനം ഓടിക്കാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അതായത് കുറച്ച് പഴയ ഡ്രൈവേഴ്സിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്ന് കിട്ടിയ കംഫർട്ട് കാര്യങ്ങളൊന്നും നമ്മുടെ ഇപ്പം കേരളത്തിൽ അവർക്ക് കിട്ടുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം വണ്ടികളുടെ എണ്ണം കൂടി നമ്മുടെ നാട്ടിൽ. രണ്ടാമത്തെ കാര്യം ഈ ഹെവി വെഹിക്കിളായിട്ട് പോകുന്ന വാഹനങ്ങൾക്ക് അവർ കൂടുതലും ഡിം ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് പോകാറ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് വരുന്ന കാറോ അല്ലെങ്കിൽ ബസ്സോ കാര്യങ്ങളാണെങ്കിൽ അവർ ഡിമ്മിട്ട് കൊടുക്കുന്നില്ല, ബ്രൈറ്റിൽ തന്നെ കീപ്പ് ചെയ്തിട്ടാണ് അവർ ഡ്രൈവ് ചെയ്യുന്നത്. ഡിമ്മിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, അവർക്ക് കൂടുതൽ കിട്ടാനുണ്ട്, അവർക്ക് കൂടുതൽ വിസിബിലിറ്റി കൂടുകയും ചെയ്യും. സോ എൻ്റെ വീഡിയോസ് ഇതിനൊക്കെ പറ്റിയിട്ടായിരിക്കും എൻ്റെ വീഡിയോസ് കൂടുതൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ടും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം.